സോ നമ്മുടെ സായി ലബാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നേക്കാണ്. ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും സായി ലബാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അവിടെ നിന്ന് സലാം കാട്ടി മേടിക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓടിച്ചെന്ന് സലാം കാട്ടി ഓർഡർ ആക്കി. അപ്പോൾ എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ഇതിപ്പം വൈറലായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് ഇത് വരണം, എങ്ങനെയെങ്കിലും സലാം കാട്ടിയെ മേടിച്ച് കഴിക്കണം, അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ വന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പോകണം എന്നായി. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ കയ്യിൽ മേടിച്ചു നമ്മുടെ സലാം കാട്ടിയ. അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ടോക്കൺ അനുസരിച്ചായിരുന്നു. അപ്പം ടോക്കൺ ആകുമ്പോൾ അവർ നമുക്ക് കയ്യിൽ തരും. അങ്ങനെ ഞാൻ എൻ്റെ ടോക്കൺ 4 ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിലോട്ട് ഇങ്ങ് തന്ന്. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കണോ അതോ വീട്ടിൽ കൊണ്ടുപോകണോ എന്നൊക്കെ നല്ല ഡൗട്ടായിരുന്നു. അവസാനം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനിങ്ങനെ തുറന്നു. ഞാൻ ഓർഡർ ആക്കിയ ന്യൂട്ടെല്ലാം പിസ്താഷ്യോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഒരു 2-3 ബൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വെള്ളം ദാഹം, എന്തോ ഇനി അടുത്ത സ്പൂൺ കഴിക്കാനൊരു എനർജി ഇല്ലാത്ത പോലെ, അങ്ങനത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി ചൂടുവെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് പതിയാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ അതിൽ എന്തൊക്കെ ലെയർ ഉണ്ട്, എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഏറ്റവും താഴത്തെ ലെയർ ഒരു ചീസ് പോലെ ഇരിക്കുന്ന ലെയറാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കേക്ക്, പിന്നെ അതിൻ്റെ മുകളിൽ എന്തോ മിൽക്ക് പോലത്തെ എന്തോ സംഭവം ഒഴിക്കുമെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ ക്രീം, ഐസിങ് ക്രീമോ അങ്ങനെ എന്തോ ഒരു വൈറ്റ് കളർ ക്രീമായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ കുനാഫയും, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ചോക്ലേറ്റ്സും ഒഴിക്കുന്നത്. എനിക്ക് എല്ലാ ലെയറും ഇഷ്ടപ്പെട്ടു. താഴോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഒരു തണുപ്പാണ്. മുകളിലെ ലെയറിൽ കുറച്ച് ചൂട് പോലെ ആയിരുന്നു, താഴത്തെ ലെയറിൽ കുറച്ച് തണുപ്പും. അപ്പോൾ നമുക്ക് രണ്ടും കൂടി മിക്സായി ഒരു നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ബാക്കി കഴിക്കാൻ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച്. അപ്പോൾ